ഫെബ്രുവരി 4 വിശുദ്ധ ജോൺ ബ്രിട്ടോ, രക്തസാക്ഷി. 1647 ജനനം, 1693 മരണം. പോർച്ചുഗലിൽ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജോൺ ദ ബ്രിട്ടോ ജനിച്ചു. ഡോൺ പെദ്രോ ദ്വിതീയൻ്റെ കൊട്ടാരത്തിലാണ് ബാല്യത്തിൽ കുറേ കാലം ജോൺ ചെലവഴിച്ചത്. ജോണിൻ്റെ ഭക്തജീവിതം കൂട്ടുകാർക്ക് രസിക്കാത്തതിനാൽ ബാല്യത്തിൽ കുറേ സഹിക്കേണ്ടി വന്നു. അക്കാലത്ത് ജോണിന് ഗുരുതരമായ സുഖക്കേട് വരികയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മധ്യസ്ഥത്താൽ സുഖം പ്രാപിക്കുകയും ചെയ്തു. അന്നു മുതൽ ജോണിൻ്റെ ആഗ്രഹം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ അനുകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിലാഷം യഥാവസരം പൂവണിഞ്ഞു. 1662 ഡിസംബർ 17 ലിസ്ബണിലെ ഈശോ സഭ നവസന്യാസ മന്ദിരത്തിൽ ജോൺ പ്രവേശിച്ചു. 11 കൊല്ലങ്ങൾക്ക് ശേഷം മാതാപിതാക്കന്മാരുടെയും കൊട്ടാരത്തിൻ്റെയും എതിർപ്പുകൾ അവഗണിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ തന്നെ അദ്ദേഹം നിശ്ചയിച്ചു. അമ്മ അത് കേട്ടപ്പോൾ അതീവ ദുഃഖാർത്തിയായി. ജോൺ പോർച്ചുഗൽ വിടാതിരിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് പേപ്പൽ നൂൻഷ്യോയോട് അവൾ അഭ്യർത്ഥിച്ചു. ലോകത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് എന്നെ വിളിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ദൈവവിളിക്ക് യഥാവിധം ഞാൻ നൽകാതിരുന്നാൽ ദൈവനീതിയെ എതിർക്കുകയായിരിക്കും ഞാൻ ചെയ്യുക. ജീവിച്ചിരിക്കും കാലം ഇന്ത്യയിലേക്ക് പോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ജോൺ കൂട്ടിച്ചേർത്തു. 14 കൊല്ലം അദ്ദേഹം തഞ്ചാവൂർ, മധുര, രാമേശ്വരം മുതലായ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. പൂർണ്ണമായും സസ്യാഹാരം മാത്രം ഭക്ഷിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞും പഠിപ്പിച്ചും അദ്ദേഹം അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. വിജയകരമായ മിഷൻ പ്രവർത്തനങ്ങളാൽ രോഷാകുലനായ നാട്ടുരാജാവ് അദ്ദേഹത്തെ നാടുകടത്തി. പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോകാൻ നിർബന്ധിതനായ ഫാദർ ജോൺ താമസിയാതെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തന മേഖലയായ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. സ്നാപക യോഹന്നാനെ പോലെ ഒരു സ്ത്രീയുടെ കോപത്തിന് അദ്ദേഹം പാത്രമായി. മാനസാന്തരപ്പെട്ട ഒരു ഹിന്ദു രാജാവ് അവളെ ബഹിഷ്കരിച്ചതായിരുന്നു കാരണം. വേദനാസമ്പൂർണമായ ജയിൽവാസത്തിനൊടുവിൽ അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്തു. 1947 ജൂൺ 22 അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. ദൈവത്തെ പ്രതി സമസ്തവും ത്യജിക്കുന്നതും അവിടുത്തെ സേവിക്കുന്നതും വലിയ ബഹുമതിയാണ്, മഹത്വവുമാണ്. ദൈവേഷ്ടത്തിന് സ്വതന്ത്രമായി കീഴ്പ്പെടുന്നവർക്ക് മഹത്തായ അനുഗ്രഹം ദൈവം നൽകുന്നു. ക്രിസ്താനുകരണം.